ആദ്യം തന്നെ കൂട്ടുകാരെല്ലാവരോടും ഒരു വലിയ സോറി ചോദിച്ചോണ്ട് തുടങ്ങട്ടെ. കഥ പാതിയിൽ നിർത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോയിരുന്നു. ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ആയി. മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയിരുന്നു. ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു മാസത്തോളം കിടന്നു. അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ പലപ്പോഴും മാറ്റിവെച്ചു. ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും അറിയാമല്ലോ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. അതിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയും. ആകെ പെട്ടുപോയിരുന്നു. ഒട്ടും അല്പം പോലും സമയം മാറ്റിവെക്കാൻ പറ്റാത്ത വിധം തിരക്കായി പോയതുകൊണ്ടാണ് കഥകളെല്ലാം മുടങ്ങിയത്. പക്ഷെ ഇനി മുതൽ എന്നും കഥകളുണ്ടാവും. രൗദ്രതാണ്ഡവം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ എങ്ങനെ കഥയിലേക്ക് പോകാം. ഇതുവരെ ഒപ്പം നിന്ന് എല്ലാവരും ഇനിയും ഒപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കഥയുടെ അടുത്ത ഭാഗം. 103. താടിത്തുമ്പിൽ കിട്ടിയ ഉമ്മയും കൂടി ചേർത്ത് എണ്ണുമ്പോൾ അവൻ അറിയാതെ ചിരിച്ചുപോയി. 103? എന്ത്? അവന്റെ നെഞ്ച് താടി കുത്തി കണ്ണുമാത്രം ഉയർത്തി ചോദിച്ചതും ചെക്കൻ ഇത്തിരി കഷ്ടപ്പെട്ട് അവളുടെ നെറുകയിലൊന്ന് എത്തിച്ചുംബിച്ചു. പറയ്, എന്താ ഈ 103? അപ്പോഴേക്കും ആ മുഖം നിറയെ പരിഭവമായി. എന്റെ ധാത്രി, വന്ന് കിടന്നപ്പോൾ മുതൽ എനിക്ക് നീ തന്ന ഉമ്മകളുടെ എണ്ണമാണ് ഈ 103. അവൻ തന്റെ കള്ളക്കണ്ണിറുക്കി. 103 ഉമ്മയെ ഞാൻ തന്നുള്ളൂ? അവിടെ പക്ഷേ ഇപ്പോ അതിലും വലിയ സംശയമാണ്. ഏയ്, വിച്ചേട്ടന് എണ്ണ അറിയില്ല. ഞാൻ മിനിമം ഒരു 500 എണ്ണം കണ്ണും പൂട്ടി തന്നിട്ടുണ്ട്. 500? ഇത്തവണ ഞെട്ടിയത് അവനാണ്. ഞെട്ടലിന്റെ ആക്കത്തിൽ ഒച്ച നല്ലോണം കൂടുകയും ചെയ്തു. ചെവി പൊട്ടിക്കോ ചെക്ക? കാതും പൊത്തി പിണങ്ങി അവൾ അവന്റെ ദേഹത്തു നിന്നും ഊർന്ന് താഴേക്കിറങ്ങാൻ നോക്കിയതും അതിലും വേഗത്തിൽ അവൻ അവളെ എടുത്ത് നെഞ്ചിലേക്ക് തന്നെ കയറ്റി കിടത്തിയിരുന്നു. വിട്ടെ, ഞാൻ പോവാ. അങ്ങനെ ഇപ്പൊ ഞാൻ പോകണ്ട. എന്തായാലും ഇത്രയും ഉമ്മ തന്നു എന്നുള്ള കണക്കായി. എങ്കിൽ പിന്നെ ഇനി അതൊക്കെ എണ്ണി എടുത്തിട്ടേ ഉള്ളൂ ബാക്കി എന്തും. പെണ്ണിന്റെ ഇത്തിരി വാശി കയറ്റും അവൻ കണ്ണിറക്കി. ഉവ്വ, ഇത്രയും തന്നിട്ട് കള്ളക്കണക്ക് പറഞ്ഞ ആൾക്ക് ഞാൻ ഈ കുന്തം തരും. മാറിക്കേ അങ്ങോട്ട്. കൊള്ള. അരയിലൂടെ ചുറ്റിപ്പിടിച്ച കൈ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പെണ്ണ് അവന്റെ ശരീരത്തിൽ കിടന്നു പുളഞ്ഞു. അതിന് പൊന്നുമോൾ തന്നെ ഇത് തരണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. കണക്ക് എന്തായാലും ടാലി ആയാൽ പോരെ. അതുകൊണ്ട് വിശാല മനസ്കരായ നിന്റെ ഈ വിച്ചേട്ടൻ ഈ കള്ളക്കണക്ക് പറഞ്ഞ ബാക്കിയുമ്മ ഇനി ഇപ്പൊ തന്നെ നിനക്ക് അങ്ങോട്ട് തരാൻ പോവാ. പറയുകയും അവളുമായിട്ട് ഒരൊറ്റ തിരിയലായിരുന്നു ചെറുക്കൻ. നിമിഷ നേരം കൊണ്ട് അവൾ അവന്റെ ഭാരം അത്രയും അവളിലേക്ക് താഴ്ത്തിയവൻ ആ കണ്ണിലേക്ക് നോക്കി ചിരിച്ചു. വിച്ചേട്ടാ, വേണ്ട. ആ നേരം വരെ ഇല്ലാതിരുന്നൊരു പതറിച്ച പെട്ടെന്ന് അവളുടെ ശബ്ദത്തിൽ വന്നു. അത് അവനും മനസ്സിലായി. വേണോലോ ചക്കരെ. വേണ്ടാ. അതൊക്കെ പൊന്നുമോള് കള്ളക്കണക്ക് പറയുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. അവളുടെ ആ ഭയത്തെ എങ്ങനെയും മറികടക്കണം എന്നുള്ള ചിന്തയിൽ അവൻ ചിരിച്ചുകൊണ്ട് തന്നെ ആ നെറുകയിൽ ചുംബിച്ചു. അവളത് ഹൃദയത്തിലേക്ക് കണ്ണടച്ചാണ് സ്വീകരിച്ചത്. പിന്നെ അത് ചെറു ചുംബനങ്ങളായി കണ്ണിലും മൂക്കിലും കവളിലും കാതിലും കഴുത്തിലും അങ്ങനെ ഒരു തെന്നൽ പോലെ അവൻ അവളിൽ ഒഴുകി നടക്കാൻ തുടങ്ങി. ഓരോ തവണയും താൻ നൽകുന്ന ചുംബനങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നവളെ നോക്കി അവന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. തന്നെ അവൾക്ക് ജീവനേക്കാൾ കയറി ഇഷ്ടമാണ്. പക്ഷെ ഇത്രയൊക്കെ വിചാരിച്ചിട്ടും തന്റെ സ്പർശനങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ അവൾക്കുള്ളിൽ കുഞ്ഞൊരു ഭയം തീർക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു നിമിഷം തങ്ങളത് കടന്നുപോയാൽ മുന്നോട്ട് പലതിനെയും മറികടക്കാനുള്ള ആത്മവിശ്വാസം അവളിൽ തനിയെ ജനിച്ചോളും. ആ ഒരു വിശ്വാസത്തിൽ അവൻ അവളെ നോക്കുമ്പോൾ കാണുന്നത് കണ്ണുകൾ അടച്ച് ആത്മനിർവൃതിയിൽ കിടക്കുന്നവളെയാണ്. ധാത്രി. കഴുത്തിടുക്കിലേക്ക് മുഖം പൊഴുത്തും വഴി അവൻ കാതോരം ചെന്ന് മെല്ലെ വിളിച്ചു. ഇക്കിളിയെടുത്തവൾ മെല്ലെ മൂളി വിളി കേട്ടു. ഞാൻ എനിക്ക് ഞാനിവിടെ. അത്രയും സഹിക്കാൻ പറ്റില്ലെന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ അവൻ അവളുടെ കീഴ്ച്ചുണ്ടിൽ തള്ളവിരൽ കൊണ്ടൊന്ന് ഞെരടി. ഒപ്പം തന്റെ ചോദ്യം ഈ സുന്ദര നിമിഷത്തെ നശിപ്പിച്ചു കളയുമോ എന്നുള്ള ഭയം വേറെയും. അവളുടെ ശ്വാസം പെട്ടെന്ന് തെറ്റി. ഹൃദയമിടിപ്പ് പൊടുന്നനെ ഉയർന്നു. അവൾക്ക് നിമിഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഈ മാറ്റം വംശിക്ക് പെട്ടെന്നാണ് മനസ്സിലായത്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ട് അവൻ തല ഉയർത്തുമ്പോൾ കാണുന്നത് കണ്ണു നിറച്ച് തന്നെ നോക്കുന്നവളെയാണ്. എന്തിനടി ഇപ്പൊ സങ്കടം? അത്രയ്ക്ക് ആഗ്രഹം തോന്നിയപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചു. നിനക്കത് പറ്റിയില്ലെങ്കിൽ അവിടെ തീർന്നില്ലേ പ്രശ്നം?
സിറ്റുവേഷനെ വളരെ സാധാരണ പോലെയാക്കി അവൻ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ചോദിച്ചതും പെണ്ണ് പൊട്ടിക്കരഞ്ഞു. ഛേ, ഇതാ വയ്യാത്തത്. ഇങ്ങനെ നീ ഞാൻ എന്തു പറയുമ്പോഴും കരയാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആ പഴയ വംശിയാകും ധാത്രി, കേട്ടോ. അപ്പൊ പിന്നെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെയുള്ള എന്റെ വായിരിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. അങ്ങനെയായാലും പിന്നെ നിനക്കാവും പാട്. എന്തേ, ആവണോ ഞാൻ അങ്ങനെ? അവളെ ഭയപ്പെടുത്താനാണ് അങ്ങനെ ചോദിച്ചെങ്കിലും കിട്ടിയ മറുപടി അവന്റെ കവിളിൽ അമർത്തിയൊരു ചുംബനമാണ്. ആഹാ, ഇത് കൊള്ളാം. ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ കിട്ടുന്ന മറുപടി ഇതുപോലെയാണെങ്കിൽ ദേഷ്യം നല്ലതാണല്ലേ? അവൻ ചിരിച്ചതും പെണ്ണവന്റെ നെഞ്ചിൽ പിന്നെയും ചുംബിച്ചു. അവൻ അത്രയും ആഗ്രഹം താങ്ങാൻ വയ്യാത്തതുകൊണ്ടാകും തന്നോട് ആ ഒരു ചോദ്യം ചോദിച്ചതെന്ന് അവൾക്കറിയാം. പണ്ടത്തെ താനും വംശിയുമായിരുന്നെങ്കിൽ ഈ ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടാകില്ല. ആളുടെയാണ് താനെന്ന് പറഞ്ഞുള്ള അധികാരം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അതിൽ നിന്നുമൊക്കെ ഒരനുവാദം ചോദിക്കൽ വരെ അവൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് വേണ്ടി മാത്രമാണ്. അറിഞ്ഞോ അറിയാതെയോ പോലും തന്റെ മനസ്സിലൊരു സങ്കടം വരാതിരിക്കാനുള്ള അവന്റെ കരുതൽ. പക്ഷേ താനോ ഒരേ നിമിഷം 1000 ചിന്തകളുടെ പിടിമുറുക്കം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. ഈ നിമിഷം മറ്റെല്ലാം മറന്ന് താൻ ഈ നിമിഷം ഒന്ന് കടന്നുപോയാൽ ഒരുപക്ഷെ എല്ലാം പഴയ പോലെ ആകുമായിരിക്കും. ഇനി ആയില്ലെങ്കിൽ പോലും താൻ ട്രൈ ചെയ്തില്ല എന്നൊരു ഗിൽറ്റ് ഉണ്ടാകില്ല. സ്വയം മനസ്സിന് ധൈര്യം നൽകി അവൾ അവന്റെ നെഞ്ചിനു മുകളിലേക്ക് ഇഴഞ്ഞു കയറി. അതുവരെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് തന്നിലേക്കെടുത്തതും അവനൊന്ന് പകച്ചു. മെല്ലെ അവളുടെ നീക്കം ശ്രദ്ധിച്ചപ്പോഴാണ് അതെന്തിനാണെന്ന് അവന് മനസ്സിലാകുന്നത്. ധാത്രി, വേണ്ട. എനിക്ക് വേണ്ടി നീ നിന്റെ മനസ്സിനെ കഷ്ടപ്പെടുത്തല്ലേ, പ്ലീസ്. അത്രയും സങ്കടത്തോടെയായിരുന്നു അവന്റെ ആവശ്യം. പ്ലീസ് വിച്ചേട്ടാ, ഒന്നും പറയല്ലേ. ഉള്ളിലിരുന്ന് നിറമറിയാതെ ഏതൊക്കെയോ നിഴലുകൾ എന്നെ കാലിൽ പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. അവിടുന്ന് എന്റെ വിരൽത്തുമ്പിൽ മുന്നോട്ട് നീങ്ങാൻ മാത്രം സ്നേഹത്തോടെ ഒരാൾ നിൽക്കുകയാണ്. ആ കൈകളിൽ ഞാനൊന്ന് അമർത്തി പിടിച്ചോട്ടെ. ആ ആൾക്കൊപ്പം ഞാൻ അല്പം പൊക്കോട്ടെ. ആ ആളിലേക്ക് മാത്രമായി ഞാനൊന്ന് തളർന്നു വീണോട്ടെ. പറയുകയും അവൾ അവന്റെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ടുകളൊന്ന് മുട്ടിച്ചു. ഒരേ നിമിഷം ഇരുവരുടെ ഹൃദയം നിലച്ചുപോയി. ഇരു ശരീരങ്ങളും ഭാരമില്ലാത്ത തൂവൽ പോലെ. അവന്റെ ചുണ്ടിലേക്ക് തന്റെ സ്പർശം എടുത്തു വെച്ചതും അവൾക്കുള്ളിൽ എന്തൊക്കെയോ കോമരങ്ങൾ തുള്ളാൻ തുടങ്ങി. ഭയം കൊണ്ട് പിന്നിലേക്ക് വലിക്കാൻ തുടങ്ങിയവരെയെല്ലാം പുറം കാലിനെ ചവിട്ടി അവൾ അവന്റെ ചുണ്ടുകൾ അപ്പാടെ വിഴുങ്ങി. അതൊരു പ്രണയചുംബനമായിരുന്നില്ല, മറിച്ച് അവന്റെ പ്രണയത്തിലേക്ക് എത്താനുള്ള അവളുടെ അഗ്നിപരീക്ഷയായിരുന്നു. ആ നിമിഷം അവളെ പോലെ തന്നെ അവനും ആ അഗ്നിയിൽ ഉരുകുകയായിരുന്നു. ആദ്യത്തെ ആവേശം അവളിൽ എപ്പോഴോ താഴ്ന്നു തുടങ്ങി. തളർന്നുപോയി തോറ്റുപോകാൻ അവൾ തുടങ്ങിയെന്ന് തോന്നിയ സന്ദർഭത്തിൽ അവളെ മുഴുവനായും തന്നിലേക്ക് ചേർത്ത് പിടിച്ച് വംശിയ തേരോട്ടത്തിന്റെ കടിഞ്ഞാൻ സ്വന്തം കയ്യിൽ സുരക്ഷിതമാക്കി. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ ശ്വാസം വില്ലനായി വന്ന നേരം അവൾ അവനെ തള്ളിമാറ്റി കട്ടിലേക്ക് മലർന്നു കിടന്നു. പെണ്ണിന്റെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി. ആ നേരം അതുവരെ അവളിലുണ്ടായിരുന്ന നിഴലില്ലാത്ത കോമരങ്ങൾ അത്രയും ആ കണ്ണുനീരിലൂടെ ഒഴുകി ഇറങ്ങിപ്പോയിട്ട് അവൾക്കുള്ളിൽ പിന്നെ അവൻ മാത്രമായി. ആരസ്യത്തിൽ കണ്ണടച്ചു കിടക്കുന്നവളുടെ മുഖത്തിലൂടെ വംശി വെറുതെ വിരലുകൊണ്ട് മെല്ലെ തഴുകി തലോടി താഴേക്കൊരു സഞ്ചാരപാത തീർത്തു. മുഖമാകെ തന്റെ വിരലുകൾ ഒഴുകുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടെ കിടക്കുന്നവളുടെ ഭാവം പൊടുന്നനെ മാറുന്നത് അവൻ അറിഞ്ഞത് ആ വിരൽത്തുമ്പിൽ അവളുടെ മാറിലെത്തിയപ്പോൾ മാത്രമാണ്. അറിയാതെ ആ നെഞ്ചൊരൽപ്പം ഉയർന്നു പൊങ്ങി. അവളുടെ ഗന്ധം അവന് കിട്ടുന്നത്ര അരികിലായി. കണ്ണുകളിലെ കൃഷ്ണമണികൾ പരൽമീനിനെ പോലെ വെപ്രാളപ്പെട്ടോടി. ചുണ്ടുകൾ അല്പം പുറത്തേക്ക് തള്ളി അവൾ പെരുവിരൽ കൊണ്ടൊന്ന് ഉയർന്നുകൂടി കണ്ടതും അവന്റെ കുറുമ്പ് പിന്നെയും ഏറി. തനിക്ക് ഏറെ പ്രിയപ്പെട്ട നിധികുംഭങ്ങളെ ഒരിക്കൽ കൂടി വെറുതെ തഴുകി തലോടി. അതവളുടെ പരിഭ്രമം പിന്നെയും കൂട്ടി. അപ്പോഴേക്കും പെണ്ണവന്റെ പിടിയാൽ അവനൊരു ഭ്രമം പോലെ ആസ്വദിക്കാൻ അവൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ടാണ് ഇരുവരുടെ ഹൃദയം പോലും വിറയ്ക്കുന്ന രീതിയിൽ രണ്ടുപേരും ഒരുപോലെ ഞെട്ടിയത്. അവൾ കണ്ണുകൾ മിഴിച്ചു തുറന്നപ്പോൾ അവന്റെ മനസ്സും ഒരു നിമിഷം പിടിവിട്ടുപോയിരുന്നു. ആ ഒരു പിടച്ചിലോടെ ഒരേപോലെ ഇരുവരുടെയും മിഴികൾ ചെന്നെത്തിയുന്നത് അവളുടെ മാറിലാണ്. കാരണം പെണ്ണിന്റെ പിടപ്പ് കാണാൻ വേണ്ടി കളിയായി തുടങ്ങിയതൊക്കെ മനസ്സ് അതിന്റെ പാരമ്യതയിൽ അറിയാതെയാണെങ്കിലും അവന്റെ വിരലുകൾ ഞെക്കിയുടച്ചത് ആ മുന്തിരിമൊട്ടുകളെ ആയിരുന്നു. വസ്ത്രങ്ങളുടെ പുറത്തൂടെ ആയിട്ട് പോലും എന്തിനെന്നറിയാതെ രണ്ടുപേരും ഒരുപോലെ വിയർത്തുപോയി. സത്യത്തിൽ ബോധമനസ്സിലെവിടെയും അങ്ങനെ ഒരു കാര്യം അവൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവനുള്ളിൽ കിടന്ന പ്രണയാഗ്നി എപ്പോഴെങ്കിലും അവന്റെ പഴയ ധാത്രിയെ തേടിപ്പോയതിന്റെയാകാം ആളുപോലും അറിയാതെ കൈകൾ അവനെ ചതിച്ചത്. ധാത്രി, വികാരത്തള്ളിച്ചയിൽ അവന്റെ ശബ്ദം മുറിഞ്ഞുപോയി. ധാ
അവൻ ഒന്നുകൂടി നീട്ടി വിളിക്കെ അവളുടെ മേനിയാകെ കുളിര് കോരുന്ന പോലെ പെണ്ണൊന്നും മുരണ്ടു. ഉം ഞാൻ എനിക്ക് ഞെട്ടിപ്പോയി പെണ്ണ്. പ്ലീസ് ഡീ. അങ്ങനെ ഒരു ചോദ്യം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പെണ്ണേ, വേണ്ട വിച്ചേട്ടാ. ഒരു നിമിഷം കൊണ്ട് അവനെ തള്ളി മാറ്റിയവൾ കമിഴ്ന്നു കിടന്നു. വംശി വല്ലാതെയായിപ്പോയി. പിന്നെയും വാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിച്ചോ എന്നുള്ള ചിന്തയിൽ അവന് സ്വയം പുച്ഛം തോന്നി. ആദ്യമൊക്കെ അവളുടെ അവസ്ഥ അറിഞ്ഞു തന്നെ പെരുമാറിയവനാണ്. പക്ഷേ ഇനി പതിയാണെങ്കിലും ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ തങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള ഡോക്ടറുടെ വാചകം മനസ്സിൽ പതിഞ്ഞു പോയത് കൊണ്ടൊന്നും അറിയില്ല, അന്നത്തെ പോലെ ഒന്നിനും ഒരു കൺട്രോൾ കിട്ടുന്നില്ല. എത്ര വേണ്ടെന്ന് വെക്കുമ്പോഴും പലതും പിന്നെയും പിന്നെയും അറിയാനും അണയാനുമുള്ള ആഗ്രഹം മനസ്സ് വിട്ടുകളയുന്നില്ല. പക്ഷെ തന്റെ ഒരാഗ്രഹവും അവളുടെ സന്തോഷത്തിന് മുകളിലല്ല. അവളെ കരയിച്ചുകൊണ്ട് ഒന്നും തനിക്ക് വേണ്ടതാനും. ഒക്കെയും മനസ്സിലുണ്ടെങ്കിലും പിന്നെയും ഹൃദയവും ശരീരവും മറ്റു പലതും ആഗ്രഹിച്ചു പോകുന്നു. പിന്മാറാൻ പറ്റുന്നില്ല. തന്റെ സാമീപ്യം കൊണ്ട് അവളെ ഇനിയും കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവൻ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയതും അവന്റെ കാൽത്തുടയിൽ ഒരു പിടുത്തം വീണു. പ്രതീക്ഷിക്കാതെ വന്ന പിടുത്തമായതുകൊണ്ട് മുട്ടുമടക്കി അവൻ കട്ടിലേക്ക് തന്നെ ഇരുന്നു പോയി. നോക്കുമ്പോൾ ഒരുത്തി കണ്ണും കുറിപ്പിച്ച് ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. എന്താടാ? കൈ നീട്ടി ആ കവിളിൽ മെല്ലെയൊന്ന് തഴുകിക്കൊണ്ട് ചോദിച്ചു. എവിടെ പോവാ? നീ കിടന്നോ, ഞാനൊന്ന് ഓഫീസിലോട്ട് പോയിട്ട് വരാം. എന്തിന്? ഇത്തവണ ആ മുഖത്തിന്റെ കനം പിന്നെയും കൂടി. എന്നോ താൻ കണ്ടാസ്വദിച്ച ഭാവങ്ങൾ പിന്നെയും അവളിൽ കണ്ടതും അവന്റെ കണ്ണുകൾ തിളങ്ങി. എല്ലാവരും ഓഫീസിൽ പോകുന്നത് എന്തിനാടി? അവളുടെ മൂക്കിൻ തുമ്പിൽ ഒന്ന് വലിച്ചുവിട്ട് എഴുന്നേൽക്കാൻ പോയതും പെണ്ണ് ആ മടിയിലേക്ക് തലവെച്ചു. പോണ്ട. തന്റെ ഒരു കാൽത്തുടയിലേക്ക് മുഖമമർത്തി രണ്ട് കൈകൾ കൊണ്ടും അതിനെ മുറുക്കി പിടിച്ചാണ് ഇപ്പോഴത്തെ വാശി. അതെന്താ പോകേണ്ടാത്തത്? അവളുടെ ആ പ്രവൃത്തിയിൽ ഉണ്ടായ സന്തോഷം തൊണ്ടയിൽ കുടുങ്ങിയതുകൊണ്ടാകും ശബ്ദം വല്ലാതെ നേർത്തുപോയത്. എന്റെ അടുത്ത് നിന്നും എങ്ങും പോകണ്ട. പണ്ടത്തെ പോലെ തന്നെ. വഴക്കായാലും വാശിയായാലും താൻ ഒപ്പം ഉണ്ടാകണമെന്ന് അടം പിടിക്കുന്നവൾ. പോണം പെണ്ണെ. ഇവിടെ ഇങ്ങനെ അത് അത് വേണ്ട. അവളെ വിഷമിപ്പിക്കാതെ തന്നെ, തന്റെ ആഗ്രഹങ്ങൾ അവളിൽ അടിച്ചേൽപ്പിക്കാതെ തന്നെ എങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്ന് കരുതി അവൻ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അപ്പോ എന്നെ വേണ്ടേ? ഇത്തവണ പരിഭവമൊക്കെ മാറി അവിടെ സങ്കടം നിറഞ്ഞിട്ടുണ്ട്. കൂർപ്പിച്ചു പിടിച്ച ചുണ്ടുകൾക്കിപ്പുറം ആ കണ്ണുകൾ നിറയാൻ വെമ്പി നിൽക്കും പോലെ തോന്നി അവന്. 1000 പരാതികൾ പറയാൻ കാത്തു നിൽക്കും പോലെ പെണ്ണിന്റെ നോട്ടം അവനിൽ മാത്രമാണ്. പറയ്, എന്നെ വേണ്ടേ? ഇത്തവണ മടിയിലേക്ക് കയറിയിരുന്ന് കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ചാണ് ചോദ്യം. ഒപ്പം ഉത്തരം താൻ നൽകിയേ പറ്റൂ എന്നും പറഞ്ഞ് പിന്മാറാത്തൊരു വാശിയും. ഇതൊക്കെയും തന്റെ പഴയ ധാത്രിക്കുട്ടിയിൽ അവൻ കണ്ടു സന്തോഷിച്ച കാര്യങ്ങളാണ്. താൻ അവളുടെ മാത്രമാണെന്നുള്ള രീതിയിൽ അവളെടുക്കുന്ന ചില വാശികളും അധികാരങ്ങളുമുണ്ട്. ഇപ്പോ ഈ കാണിക്കുന്ന പോലെ. അറിയാതെ തന്നെ വംശി ആ പെണ്ണിന്റെ കവളിൽ ഒന്ന് അമർത്തിമുത്തി. പക്ഷേ അവിടെ ഇതൊന്നുമില്ല. ആകെ പരിഭവം മാത്രമാണ്. പറയ് വിച്ചേട്ടാ, ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്നെ വിട്ടിട്ട്? ബാക്കി അവളെ പറയാൻ അനുവദിക്കാതെ വംശി അവളുടെ ചുണ്ടുകളിൽ അമർത്തിമുത്തിയൊന്ന് തുണഞ്ഞു. പെണ്ണ് കിടങ്ങി. ഈ ലോകത്ത് ഞാൻ ഇഷ്ടപ്പെട്ടതും കഷ്ടപ്പെട്ട് നേടിയെടുത്തതുമെല്ലാം നിന്നെ മാത്രമല്ലേടി. അവൻ അവളുടെ ചുണ്ടിൽ നിന്ന് മെല്ലെ മുത്തി മാറി. ആ നിന്നെ മാത്രമേ വംശിക്ക് ഇഷ്ടമുള്ളൂ. ആ നിന്നിൽ മാത്രമേ വംശിക്ക് ഭ്രാന്തുള്ളൂ. ഇപ്പോ ആണെങ്കിൽ നീ ഇങ്ങനെ ഹൃദയത്തിൽ കയറി ഇരുന്നുകൊണ്ട് തന്നെ എന്നെ വേടക്കാക്കുകയാണ് പെണ്ണെ. അറിയോ നിനക്ക്? ഇത്രയും ദിവസമില്ലായിരുന്ന പല ചിന്തകളും ഇപ്പോ എന്റെ മനസ്സിന്റെ കൺട്രോൾ കളയുന്നു. എന്തോ നിന്റെ അടുത്തിരിക്കുമ്പോൾ മനസ്സ് പിടിച്ച പോലെ എന്റെ കയ്യിൽ നിൽക്കുന്നില്ലടി. അതുകൊണ്ടാ പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ പോലും നിന്റെ കണ്ണ് നിറയുന്നത് എനിക്ക് സഹിക്കില്ല പെണ്ണെ. അതേപോലെ തന്നെ ഉള്ളിൽ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഈ വികാരങ്ങളെയും മാറ്റി നിർക്കാൻ വൈടി. പ്ലീസ് ഡി പെണ്ണെ. ഞാൻ ഞാൻ പൊക്കോട്ടെ പ്ലീസ്. അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരോടെല്ലാം ഒരിക്കൽ കൂടി സോറി പറയുന്നു. ഇനി മുന്നോട്ട് നമുക്ക് എന്നും കാണണം. അതുകൊണ്ട് ഇപ്പം മുതൽ എല്ലാവരും എൻ്റെ ഒപ്പം ഒന്ന് കൂടണേ.